بسم الله الرحمن الرحيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. صدق الله العظيم وصدق بلغ رسوله النبي الكريم. الحمد لله المبدئ المعيد الغني الحميد العفو الواسع والعقاب الشديد. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സൂറ അൽ ഹജ്ജിലെ 46-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. യാത്ര, സഞ്ചാരം, ടൂറ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അറിവ് തേടിയുള്ള യാത്രയുണ്ട്, അത് റിഹ്ല എന്നാണ് പറയുക. റിഹ്ലത്ത് ബിനു ബത്തൂത്ത, അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, അറിവ് തേടിയുള്ള യാത്ര. ഇന്ത്യയിൽ ഏകദേശം 9 വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. യാത്രക്കിടയിൽ അദ്ദേഹം 9 വർഷം ഇന്ത്യയിൽ തങ്ങിയതാണ്. തുഹ്ഫത്തു നിലാർ ഫി ഖറായിബിൽ അംസാർ വ അജായിബിൽ അസ്ഫാർ, രാജ്യങ്ങളിലെ വിചിത്രതകളെയും സഞ്ചാരങ്ങളിലെ അത്ഭുതങ്ങളെയും സംബന്ധിച്ച് പ്രേക്ഷകർക്ക് ഒരു ഉപഹാരം. ഇതാണ് തുഹ്ഫത്ത് ബിനു ബത്തൂത്ത. സൂഫികളുടെ ഒരു ഫിലോസഫിക്കൽ ഒരു സഞ്ചാരമുണ്ട്, അതിന് സിയാഹത്ത് എന്നാണ് പറയുക. കണ്ണും മനസ്സും തുറന്നു വെച്ചുള്ള യാത്രയുണ്ട്, അതാണ് സൈറ. ഖുൽ സീറു ഫിൽ അർള്, ശരിക്കും കണ്ണും മനസ്സും തുറന്നു നോക്കണം. പല പിള്ളേരും ഊട്ടിയിലും കൊടൈക്കനാലിലും ഇപ്പോൾ അതിൻ്റെ സീസണാണ്, സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോവും. അപ്പോൾ പുറം ലോകം ആയിട്ട് ഇവർക്കൊരു ബന്ധമില്ല. പല ലൈറ്റ്സും ബഹളമൊക്കെ ആക്കി ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരം വിചിത്രമായ ആസ്വാദനത്തിലാണ് ഇന്നത്തെ ടൂറുള്ളത്. അങ്ങനെ ചാടി 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 തളർന്ന് അവിടെ എത്തും. അവിടെ എത്തിയിട്ട് കിടന്നുറങ്ങും. വീണ്ടും തിരിച്ച് ഈ ചാട്ടവും ബഹളവും തന്നെ. നിങ്ങൾ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുക. അഫലം യസിറു ഫിൽ അർള്, എന്നിട്ട് ഫയൻദുറു, അവരിങ്ങനെ നിരീക്ഷിക്കട്ടെ, അവരിങ്ങനെ നോക്കട്ടെ എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ ഈ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ, അവരുടെ ഹൃദയങ്ങൾ പഴയ ഹൃദയമായിരിക്കില്ല. ആഫ്റ്റർ ജേണി, ട്രാവലിംഗ് കഴിഞ്ഞ് അവർ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ ഹൃദയവുമായിട്ടാണ് വരിക എന്ന് അല്ലാഹു പറയുന്നത്. ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹ, അവരുടെ ശ്രവണപുടങ്ങൾ, ലിസണിങ് പവർ, സ്കില്ലൊക്കെ മാറും. ഭയങ്കര പവർ ഉണ്ടാവുന്നത്. ഫഇന്നഹ ല തഅമൽ അബ്സാർ വലകിൻ തഅമൽ ഖുലൂബ് അല്ലത്തി ഫി സുദൂർ, കണ്ണിനല്ല പ്രശ്നം. ബ്ലൈൻഡ് ബാധിച്ചിട്ടുള്ളത് ഹാർട്ടിനാണെന്നാണ് അല്ലാഹു പറയുന്നത്. എന്ത് മനോഹരമായൊരു പ്രയോഗമാണ് നോക്കുന്നത്. അവരുടെ കണ്ണുകൾക്കല്ല ആന്ധ്യം ബാധിച്ചിട്ടുള്ളത്, അവരുടെ ഹൃദയങ്ങൾക്കാണ്. അതുകൊണ്ട് ഇവിടെ ക്ലീൻ ആവണം. ഇവിടെ ക്ലീൻ ആകണമെങ്കിൽ നിങ്ങൾ യാത്ര പോകണം എന്നാണ് അല്ലാഹു പറയുന്നത്. 4 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ചിന്താപരമായ വളർച്ച. നമ്മുടെ തോട്ട് പ്രോസസ്സിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളെ കണ്ടെത്താൻ, അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ കഴിവുകളെ കണ്ടെത്തുക എന്നതാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ച് അവർ അത്ഭുതപ്പെടും. നമ്മൾ കൊതുകിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ,
ഒരു നിസ്സാരമായൊരു കൊതുക്, അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിത, അത് മനുഷ്യനുണ്ടാക്കുന്ന പണി, മനുഷ്യന് അതുണ്ടാക്കുന്ന വേറെ ചില ഉപകാരങ്ങൾ ഒക്കെ നമ്മളതിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ വയതഫക്കറൂന ഫി ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അല്ലാഹുവേ, നരകത്തിയിൽ നിന്ന് നീ എന്നെ കാക്കണമേ. ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ആകാശഭൂമികളെക്കുറിച്ചുള്ള ആ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിത, അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിക്കും സുനൻ ഫസീറു ഫിൽ അർള് ഫൻളുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ആൽ ഇമ്രാൻ 137 വചനമാണ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. ഇത് ഖദ് ഖലത് മിൻ ഖബ്ലിക്കും സുനൻ, അള്ളാഹുവിൻ്റെ പല നടപടിക്രമങ്ങളുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക. ഫൻളുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഇവിടെ കഴിഞ്ഞുപോയ സൃഷ്ടികൾ, ആ സൃഷ്ടികളുടെ വളർച്ചയുടെയും തളർച്ചയുടെയും കാരണങ്ങളെന്ത്, അവൻ്റെ അള്ളാഹുവിൻ്റെ സുന്നത്ത് ഓരോ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ആ നാട്ടുകാരെക്കുറിച്ചും നാടിനെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുക എന്നതാണ്. നാലാമത്തേത്, യഥാർത്ഥ ജീവിതം ഇവിടെയല്ല അവിടെയാണ് എന്നറിയാൻ യാത്ര ഉപകരിക്കുന്നതാണ്. അഫലം യസീറു ഫിൽ അർള് ഫയൻളുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വലദാറുൽ ആഖിറത്തി ഖൈറുൻ ലില്ലദീന തഖൗ അഫലാ തഅഖിലൂൻ. സൂറ യൂസുഫ് 109 വചനമാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് ഖുർആൻ 6 സ്ഥലങ്ങളിൽ നേർക്കുനേരെയും 7 സ്ഥലങ്ങളിൽ മറ്റ് പല വിധത്തിൽ ഈ യാത്രയെ ദ്യോതിപ്പിക്കുന്ന പല പ്രയോഗങ്ങളിലൂടെയും ഖുർആൻ ആവർത്തിച്ച് ഇത് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10, 12, 13 തവണ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് നിങ്ങൾ യാത്ര ചെയ്യുക എന്നത്. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാടും വീടും ഉപേക്ഷിച്ച് യാത്ര ചെയ്ത പ്രവാചകന്മാർ മുഴുവൻ സഞ്ചാരികളായിരുന്നു. മക്കയിലായിരുന്നു റസൂൽ ജനിച്ചത്, മദീനയിലാണ് മരിക്കുന്നത്. നിരന്തരമായ സഞ്ചാരമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതം. ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലാണ് ഇബ്രാഹിം ജനിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഈജിപ്ത്, ഫലസ്തീന്, മക്ക, അല്ലേ, ജോർദാൻ, ഇങ്ങനെ നിരന്തരമായി സഞ്ചരിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ യാത്ര പ്രസിദ്ധമാണ്, നിങ്ങൾക്കറിയാം. കപ്പലിൽ സ്വയം കപ്പലുണ്ടാക്കിയതാണ്. വസ്നഇൽ ഫുൽക ബിഅയുനിന, നൂഹിനോട് കപ്പലുണ്ടാക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ നൂഹാണ് കപ്പലുണ്ടാക്കുന്നത് അലൈഹിസ്സലാം. ആ കപ്പലിലൂടെയുള്ള യാത്ര, കടൽ തന്നെ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കടലൊരു വലിയ അത്ഭുതമാണെന്ന്. മൗജ്, കടലിൻ്റെ ഏറ്റവും അത്ഭുതം അതിൻ്റെ തിരമാലകളാണ്. കടലിൻ്റെ തിരമാലകൾ, കടലിലൂടെയുള്ള സഞ്ചാരം, അള്ളാഹുവിൻ്റെ കഴിവ് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ്. ഇനി ആകാശ സഞ്ചാരമുണ്ട്, വിമാനത്തിലൂടെയുള്ള സഞ്ചാരം, അതൊരു മഹാ അത്ഭുതമാണ്. മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ, പക്ഷികൾ പറക്കുന്നത് കണ്ടാണ് വിമാനം ഉണ്ടാക്കിയതെന്നാണ്. വിമാനത്തിൻ്റെ ഘടന അങ്ങനെയാണ്. മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല അതിനെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വളരെ പ്രധാനമാണ്. നിങ്ങൾ കൂപമണ്ഡൂകങ്ങളാകരുത് എന്ന് പറയാറുണ്ട്. കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തവളയാണ്. കിണറ്റിലെ തവള വിചാരിക്കുന്നത് ഇത് തന്നെയാണ് ലോകം, ഇതിനപ്പുറം വേറെ ലോകമില്ല. ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇതിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് ആര് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. കാരണം അതാണ് അയാളുടെ ലോകമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളാവാൻ പാടില്ല. നിങ്ങൾ പ്രകൃതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്ര. ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്ര ഖുർആൻ സൂറ അൽ കഹ്ഫിൽ പറയുന്നുണ്ട്. കടലിലൂടെയുള്ള യാത്രയായിരുന്നു മൂസയുടെ. ഖദറിനെ തേടിയുള്ള യാത്ര, ഗുരുവിനെ തേടിയുള്ള മൂസയുടെ യാത്ര ഭയങ്കര രസമാണത്.
വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഖുർആൻ അതിന് വിശദീകരിക്കുന്നുണ്ട്. ഹൂത്ത് ഒരു മത്സ്യത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഒമാ അൻസാനിഹു ലഷൈത്വാൻ അൻ അദ്കുറ വത്തഖദ സബീലഹു ഫിൽ ബഹർ, ഇങ്ങനെ കടലിലൂടെയുള്ള സഞ്ചാരം. അങ്ങനെ ചരിത്രത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വയും ഒരുപാട് നടന്നാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. അറഫയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അറഫ എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടുമുട്ടി, തിരിച്ചറിഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. ആദം ആകാശത്ത് നിന്ന് വന്ന് വീഴുന്നത് ശ്രീലങ്കയിലാണ് അത്ര. അവിടെ ഒരു മലയുണ്ട്, ആദം മല എന്നാണ് പേര്. ഏതായാലും ഈ സഞ്ചാരം എന്നത്, യാത്ര എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ കാണുകയും പുണ്യകരമായി കാണുകയും ചെയ്യുന്നു. മൻ സലക ത്വരീഖൻ യൽതമിസു ഫിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടിയുള്ള യാത്ര, അറിവ് തേടിയുള്ള യാത്ര. അറിവ് തേടി ഒരാൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടാൽ തിരിച്ചെത്തുന്നതുവരെ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഇടയ്ക്ക് വെച്ച് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നാണ്. അതുകൊണ്ട് ചേഞ്ച് ഈസ് ലൈഫ്, സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ദാജിയുടെ ഒരു പുസ്തകമുണ്ട്, സ്പിരിച്വൽ അനാട്ടമി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അൺലോക്ക് യുവർ ഇന്നർ മിറർ എന്നൊരു പ്രയോഗമുണ്ട്. അതിൽ നമ്മുടെ ഉള്ളിലൊരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയെ നമ്മളിങ്ങനെ, ആ കണ്ണാടി നമുക്ക് കാണാൻ പറ്റണം. നമ്മുടെ ഉള്ളിലൊരു കണ്ണാടി വേണം നമ്മുടെ അകത്തെ കാണാൻ. നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ശുദ്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ ഇന്നർ മിറർ നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അതിനെ ക്ലീൻ ചെയ്താണ്ടല്ലോ ഭയങ്കര പവർ ഉണ്ടാവുക. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, എന്താണ്? ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ് എന്നാണ്. അജയ്യമായ ആത്മശക്തി, അജയ്യമായ ഇൻഡൊമിറ്റബിൾ സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് ഭയങ്കര പവർഫുള്ളായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാകാനുള്ള നല്ലൊരു മാർഗമാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ലോകത്തെല്ലാ വിശ്വാസികളും നിർബന്ധമായും സഞ്ചരിക്കേണ്ട ഒരിടമാണ് മക്ക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 സ്ഥലങ്ങൾ നിങ്ങൾ പുണ്യം തേടി സഞ്ചരിക്കുക, പുണ്യം തേടി യാത്ര തിരിക്കുക. ഒന്ന് വിശുദ്ധ ഹറം മക്ക, രണ്ടാമത്തേത് മദീന മുനവ്വറ, മൂന്നാമത്തേത് ബൈത്തുൽ മഖ്ദിസ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഒരു യാത്ര, ബുറാഖ് എന്ന വാഹനത്തിൽ കയറിയുള്ള യാത്ര, മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി പ്രയാണം ചെയ്തു. എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ആ പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സഞ്ചരിച്ചു. അവിടെ നിന്ന് മിഅ്റാജ് നടന്നു, ആകാശാരോഹണം. എന്നിട്ട് വണ്ടർ വേൾഡ് കണ്ടു, അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തി, സ്വർഗം കണ്ടു, നരകം കണ്ടു. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ജീവിതത്തിലുടനീളം സഞ്ചാരികളാവുക എന്നതാണ്. ലക്ഷ്യം പടച്ചവനെ കണ്ടെത്തുക, ഹൃദയം ശുദ്ധീകരിക്കുക. പടച്ചവനെ ഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.